നമസ്കാരം. ഞാനും നമ്മുടെ കണ്ണനും ഉണ്ണിയും എടുക്കുന്ന കണ്ണനും ഞങ്ങളിന്ന് തൊടുർലിപ്പാറ കേട്ടോ. തൊടുർലിപ്പാറ കോട്ടയം, വള്ളിക്കോട് കോട്ടയം തൊടുർലിപ്പാറ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4.22 കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരെ. ഇനി ഈ പാറയുടെ മുകളിൽ കയറാം. അതായത് ഇത് കോട്ടയം ഗവൺമെന്റ് LP സ്കൂളാണ്. ഈ സ്കൂളിൽ ഞാൻ പഠിച്ചതാണ്. എൻ്റെ സ്കൂളാണ്. തൊട്ടപ്പുറത്ത് NSI സ്കൂളുണ്ട്, അവിടെ ഞാൻ പഠിച്ചതാണ്. മൊത്തം ഞാൻ പഠിച്ച വാഴമട്ടത്തേക്കാൾ എനിക്ക് പരിചയം കൂടുതലുള്ള സ്ഥലമായത്. സ്ഥലങ്ങൾ, പിന്നെ എൻ്റെയൊക്കെ പ്രായമുള്ള ആൾക്കാർ. ചെറുപ്പക്കാരെ ഒന്നും അധികം അറിയത്തില്ല. അവർക്ക് എന്നെ അറിയാമെങ്കിലും ചിലരൊന്നും അറിയത്തില്ല. അന്നേരം ഞങ്ങളിനി പോകുന്ന വഴി ഇതുവഴിയാണ്. കയറ്റം കയറി നല്ല കുത്തു കയറ്റാണ്. കയറ്റം കയറി പോകുന്നത് ഇതുവഴിയാണ് പോകുന്നത്. അന്നേരം ഇങ്ങോട്ട് നീ ഇവൻ ഭയങ്കര താരമാണ്. ഓമല്ലൂരെ വലിയൊരു കോടീശ്വരനാണ്. സ്വന്തമായിട്ട് ആനയുള്ള വലിയ കുടുംബക്കാരെ ഇവർ രണ്ടുപേരും. ഇവര് മേക്കാട്ട് കുടുംബങ്ങളാണ്, തറവാടികളാണ്. ഇതാണ് നീ കയറ്റം കയറി ഇങ്ങ് ചെല്ലുമ്പം വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. പണ്ട് ഇതുവഴി ഇങ്ങനെ നമ്മൾ കയറി വരുമായിരുന്നു സ്കൂളിൽ പഠിക്കും. ഇവിടുന്ന് വെള്ളച്ചാട്ടമുണ്ട്. എന്താണ് ഇപ്പൊ ഇവിടെ വെള്ളച്ചാട്ടം? ഇപ്പൊ മഴ പെയ്യുമ്പോൾ വെള്ളം വരും? ഇല്ല. അയ്യോ, പണ്ടാന്ന് എന്തോ വെള്ളച്ചാട്ടം. ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ട്, വീട്ടിലുണ്ട്. സുഖമായിട്ടിരിക്കും. പേരെങ്ങനെയായത്? പേര് എന്നേക്കാളൊക്കെ ഒത്തിരി ജൂനിയറായിരിക്കും ഇല്ലയോ? വന്നിട്ടുണ്ട്. വണ്ടി ഓടിക്കുക, പെയിന്റിങ്. മോള് അല്ല, മക്കളല്ല, കൂട്ടുകാരാ. നമ്മളെ കളയാ, മക്കളുടെ പ്രായമൊക്കെ ഉള്ളവരാ. മോനെ എടുത്തോട്ടാ, എടുത്തോട്ടെ. നിങ്ങൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് കയറിയാണ്. ഇതിൻ്റെ മുകളിലാക്കണ്ടി. പണ്ട് ഞങ്ങൾ എങ്ങനെയായിരുന്നു അറിയാം? ഇതുവഴി വന്ന് ഈ പാറപ്പുറത്തുകൂടെ കയറി. ഈ വഴിയൊന്നും പണ്ടില്ലായിരുന്നു. ഈ വഴിയൊക്കെ പിന്നീട് ഇഷ്ടം ഉണ്ടാകും. അതുവഴിയാണ് ഈ പാറപ്പുറത്തൂടെ അള്ളി പിടിച്ച് കയറി മേളിലെത്തും. പിന്നെ ചെറുപ്പകാലമാണ്, ചെറിയ കാലം തുണിക്ക് പഠിക്കുമ്പോൾ. അതിവിടെയൊക്കെ റബ്ബർ മാത്രമാണ്, ഈ വഴിയൊക്കെ ഇല്ല. ഇപ്പം മുകളിലൊരു അമ്പലമുണ്ട്. പത്തൊൻപതാമതിൻ്റെ കോറി വന്നപ്പോൾ അതിന് തടയിടാൻ വേണ്ടി ഒരു അമ്പലം വെച്ചു. അതുകൊണ്ട് കോറി അങ്ങോട്ട് കയറിയില്ല. ദൈവത്തിന് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റി. കണ്ണൻ മേക്കാട്ട് അനായാസമാണ് കയറി വരുന്നത്. താടി ഉണ്ടെങ്കിൽ എന്താ, അവൻ പുലിയാ. പുലി ഒക്കെ ചുമ്മാ ആക്ഷൻ. ഒന്ന് കയറി വന്ന ഇനി ചരിവിൽ കൂടെ, തുള്ളിപ്പാറ ചരിവിൽ കൂടെ കയറി പോയിട്ട് പോകണം. വീഡിയോ എടുക്കുമ്പോൾ ഈ കയറ്റത്തിൻ്റെ ഇതറിയത്തില്ല. നല്ല കയറ്റമാണിത്. ഇവിടം വരെയാണ് വഴി, കോൺക്രീറ്റ് വഴിയുള്ളത്. ഇനിയും കല്ല് വഴിയാണ്.
ഇന്നാ വീഡിയോ എടുക്കാം. ഇവിടെ ഒരു വീടുണ്ട്, പക്ഷെ താമസമുള്ളതല്ല. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ക്ഷേത്രം. പാറ പൊട്ടിക്കൽ അധികരിച്ചപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ സ്ഥാപിച്ച ക്ഷേത്രം. എന്തായാലും അതുകൊണ്ട് ഇങ്ങോട്ട് പൊട്ടിയിട്ട് കയറിയില്ല. താഴെയുള്ളവർ പറയുന്നത് ഇഷ്ടംപോലെ വെള്ളച്ചാട്ടമുള്ള സ്ഥലമായിരുന്നു വീക്കോട്ടെ. കോറി വന്നതോടുകൂടി ഇപ്പം വെള്ളച്ചാട്ടങ്ങളൊന്നുമില്ല, പാറയില്ല. പാറയിൽ നിന്ന് വെള്ളം ഉറവലായിട്ട് താഴോട്ട് വരും. അത് വർഷകാലം കഴിഞ്ഞാൽ പോലും പിന്നെയും ഉറവൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പാറയിൽ സ്റ്റോർ ചെയ്യാൻ സ്റ്റോർ ചെയ്യാൻ പാറയില്ലല്ലോ, അതുകൊണ്ട് അതെല്ലാം പോയി. പ്രകൃതി തന്നെ പോയി. ദുഃഖമാണത്. നമ്മൾ ഇത്തരത്തിലുള്ള യാത്രകൾ, മലകയറ്റം, പ്രകൃതിയെ കാണും, ഇത് ഭയങ്കരമായിട്ട് മാനസിക പിരിമുറുക്കം കുറയ്ക്കും. നമ്മൾ നന്നായിട്ട് റിലാക്സ് ആവും. അധ്വാനിച്ച് മല കയറി വിയർത്ത് ബുദ്ധിമുട്ടി മുകളിൽ ചെന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം നല്ല ഇളതാവും. ശരീരത്തിൽ ഇളതാകുക എന്ന് പറയും. ശരീരത്തിൻ്റെ ആ പിടുത്തമൊക്കെ കുറയും. നമ്മൾ ജിം അടിക്കുമ്പോൾ ശരീരം ടൈറ്റ് ആവുക. പക്ഷെ മല കയറുകയും ഓടുകയും സൈക്ലിംഗ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ശരീരം ഇളതാകുകയായിരുന്നു. ശരീരം ലൂസാകുക. അങ്ങനെ ശരീരം നല്ല ലൂസാവും, നല്ല ഫ്ലെക്സിബിൾ ആവും. അത് പ്രത്യേക ഒരു സുഖമാണ്. അത് അനുഭവിച്ചെങ്കിലും മനസ്സിലാവും. ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കുന്നത്. മദ്യപിക്കുന്നവർക്ക് മദ്യം, ആ ലഹരി അനുഭവിച്ചവർക്ക് പിന്നെ മദ്യപിക്കണം തോന്നത്തില്ലേ? അതുപോലെ തന്നെയാണ് ഇതും ഒരു ലഹരിയാണ്. ഇത് പ്രകൃതിയുടെ ലഹരി, മറ്റേ ആർട്ടിഫിഷ്യൽ കൃത്രിമ ലഹരി. രണ്ടും വ്യത്യാസം. എല്ലാം വേണം. ഇതാണ് അമ്പലം, തൊടുലിപ്പാറയുടെ മുകളിലുള്ള അമ്പലം. ഇവിടെ വിശേഷ ദിവസങ്ങളൊക്കെ ഉള്ളു പൂജ. ആൾക്കാരൊക്കെ ധാരാളം വരുന്നവരാ. എത്രയൊക്കെ ധാരാളം വരുന്നുണ്ട്. ഇവിടെ വരണമെങ്കിൽ നല്ല അധ്വാനം. നിസ്സാര ഭക്തി കൊണ്ടൊന്നും ഇവിടെ വരാൻ പറ്റത്തില്ല. പട്ടേൽ സദാനന്ദന്റെ ക്വാറി. പട്ടേൽ സദാനന്ദന്റെ ക്വാറി. ഇത് ഇങ്ങോട്ടും കയറേണ്ടിയ. ഇവിടെ നടന്നത് ഈ അമ്പലമൊക്കെ വന്ന് നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടായ ശേഷമാണ്. പക്ഷെ പിന്നെയും പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ മാത്രമേ വീട് എടുക്കുന്നില്ല. താഴെ ഇങ്ങോട്ട് വെള്ളം എടുക്കുന്നു.
നമ്മൾക്ക് നിങ്ങൾ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളാണ്? നിങ്ങൾ അച്ഛൻ്റെ ചേട്ടൻ്റെ മകൾ? കോട്ട് ഈ മല കയറുമ്പോൾ ബാക്ക്ഗ്രൗണ്ടില്ലേ പാട്ടിട്ടോണേ, കുറേ ഷോർട്സ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉടലിപ്പാറയുടെ ഉച്ചിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പട്ടേൽ സദാനന്ദൻ്റെ പാറ പൊട്ടിക്കൽ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഉള്ളൂ ഇവിടേക്ക് കയറാൻ. ഇത്രയും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കോട്ടയം ഇതും ഒറ്റ വഴിയാവും. ഞാൻ തലേറയുള്ളവർക്ക് പെട്ടെന്ന് അതുവഴി കോട്ടയത്ത് വരാം. അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് എളുപ്പമാണ് സ്കൂളിൽ പോകാൻ. ആ കാര്യം വെച്ച് നോക്കുമ്പോൾ പട്ടേൽ സദാനന്ദൻ ചേട്ടന് ഒരു മഹാൻ തന്നെയാണ്. ഇവിടെ ഒരു വെച്ചാരാധനയൊക്കെ ഉണ്ട്. പട്ടേൽ സദാനന്ദൻ ചേട്ടൻ വിചാരിച്ചാൽ ഈ വെച്ചാരാധനയൊക്കെ എപ്പോഴും പമ്പ കിടക്കും. സാർ കാണാ വാ. ഇത് കാണുന്ന പട്ടേൽ സദാനന്ദൻ ചേട്ടൻ. പട്ടേൽ സദാനന്ദൻ ചേട്ടനെ വിമർശിക്കുന്ന രണ്ട് പേരാണിത്. ഞങ്ങളല്ല വിമർശിച്ചത്, സ്വന്തം പട്ടേൽ സദാനന്ദൻ ചേട്ടൻ എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ആ നല്ലവനായ മനുഷ്യൻ ഇത്രയും പൊട്ടിച്ചെന്ന് പറഞ്ഞത്. ആ നല്ലവനായ മനുഷ്യൻ ഞങ്ങൾക്ക് ആരാതുപോലും അറിയത്തില്ല. ഒരു കൃത്യം പറഞ്ഞു എഞ്ചിനീയറിംഗ് കോളേജുള്ള ആളാ എന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ ഇവിടെ വരെ ഓരോ സ്റ്റെപ്പിലും പട്ടേൽ സദാനന്ദൻ ചേട്ടന് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണാപ്പാടമായി. പട്ടേൽ സദാനന്ദൻ ചേട്ടൻ പാറ പൊട്ടിച്ച് ഈ നാടിനും രാജ്യത്തിനും പുരോഗതി ഉണ്ടാക്കുന്ന ആളാണ്. പട്ടേൽ സദാനന്ദൻ ചേട്ടൻ കീ ജയ്. ദൂരെ കാണുന്നതാണ് നമ്മൾ കോട്ടപ്പാറ. ലാക്കൂർ വഴി, കൊലപ്പാറയിൽ നിന്നും കയറി ലാക്കൂർ വഴി വരുന്ന കോട്ടപ്പാറ. ഇവിടെയാണ് ആൾക്കാരൊക്കെ വണ്ടിയിലുമൊക്കെ വന്ന് ഇറങ്ങി പ്രകൃതി രമയെ കാണുന്നത്. അതിൻ്റെ താഴെ കാണുന്ന ഇതാണ് നെടുമ്പാറ. ഇത് പൊട്ടിക്കുമായിരുന്നു, ഇത് പൊട്ടിൽ നിർത്തി. ഇവിടെ എല്ലാം പാറ പൊട്ടിക്കലുണ്ടായിരുന്നു, എല്ലാം നിർത്തി നിന്നു. ഇപ്പോൾ പൊട്ടിക്കലുള്ളത് നമ്മുടെ പട്ടേൽ ചേട്ടന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ താഴെയാണ് സ്കൂളും NSI സ്കൂളും ഒക്കെ. ഇവിടെ തന്നെ ആണോ?
ഒരർത്ഥത്തിൽ ഈ പാറകളൊക്കെ സഹ്യൻ്റെ ഭാഗം തന്നെയാണ്, സഹ്യപർവ്വതത്തിൻ്റെ അംശങ്ങൾ തന്നെയാണ്. അങ്ങനെ ഇതിൻ്റെ ഈ ഭാഗത്തെ അവസാനം ഇതാണ്. ഇത് ജനതാ സർവീസ് സഹകരണ ബാങ്കാണ്. ഇവന്മാർ രണ്ടുപേരും ചേട്ടൻ്റെ എൻ്റെ മക്കളാണ്. ചേട്ടനിയന്മാരുടെ മക്കളാണ്. ഒന്ന് അഖിൽ മെക്കാട്ട്, കണ്ണൻ. ഇത് ഉണ്ണി മെക്കാട്ട്. നിന്റെ രജിത്ത് എസ് നായർ. ഇമാർ തമ്മിൽ കാണ്ടാൽ നല്ല സൗഹൃദമാണെന്ന് തോന്നുന്നെങ്കിലും അന്തർധാരയിൽ ഭയങ്കര ശത്രുത. ആ ശത്രുതയല്ല കേട്ടോ. ഇവൻ്റെ ചെറുപ്പത്തിൽ ഇവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാലേ പഠിച്ച് ഒരു വലിയ ഫോറസ്റ്റ് ഓഫീസറാവണം. അതിനുശേഷം എൻ്റെ ആനകളെയൊക്കെ പിടിച്ചെടുത്ത് എന്നെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ. പിടിച്ചെടുത്ത് എന്നെ ജയിലിൽ അടയ്ക്കണം, ആ പോകുന്ന വഴിക്ക് എന്നെ ഉപദ്രവിക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു. എന്നെ കൊണ്ട് പഞ്ചസാര വെള്ളം കുടിപ്പിക്കണം. ഇതൊക്കെയായിരുന്നു ഇവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കഥ ചേട്ടാ എന്താ വെച്ചാൽ ഇവനെ കൊച്ചിലെ ഈ വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഇവന് കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വല്യച്ഛൻ പറഞ്ഞു ഈ വരുന്ന തിങ്കളാഴ്ച കമ്പ്യൂട്ടർ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു ഉറപ്പാണോ മേടിച്ചു തരുമെന്ന്. അപ്പോൾ പറഞ്ഞു ഞാൻ നിൻ്റെ അച്ഛനാണ്, ഞാൻ ഈ തിങ്കളാഴ്ച മേടിച്ച് തന്നിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ മിണ്ടാതെ നടന്നു. എന്താണെന്ന് ഓർമ്മിച്ചൊന്നുമില്ല. അപ്പോൾ ഇവൻ തിങ്കളാഴ്ച രാവിലെ ഒന്നും അനങ്ങാതെ സ്കൂളിൽ പോയി. അപ്പോൾ തിരിച്ച് വന്ന് അപ്പോൾ വല്യച്ഛനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആരോഗ്യമുണ്ട്. ഇവൻ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഇവൻ നോക്കുമ്പോൾ അവിടെ കമ്പ്യൂട്ടർ ഇല്ല. ഇപ്പം നേരെ വല്യച്ഛനെ ചെന്ന് അളിയാന്ന് വിളിച്ചു. വല്യച്ഛനെ അളിയാന്ന് വിളിച്ചു. അളിയ എന്തുകൊണ്ട് അളിയാന്ന് ചോദിച്ചു. വല്യച്ഛൻ അവിടെ വിറക് എന്തൊക്കെ ഇരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ആരോഗ്യമാണെന്ന് ആലോചിക്കണം. അപ്പോൾ വല്യച്ഛൻ ചോദിച്ചു എന്താ കാര്യം എന്ന്. അപ്പോൾ നിങ്ങൾ എൻ്റെ അച്ഛനാണോ കമ്പ്യൂട്ടർ മേടിച്ചു തന്നില്ല, അച്ഛനാണ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഈ സുരാജ് വെഞ്ഞാറമൂടിനെ മറ്റേ ഈ സ്ഫടികൻ ജോർജ് ചട്ടമ്പിനാടിനകത്ത് മറ്റേ വീട്ടിനകത്ത് എടുത്ത് പുറത്ത് മണ്ണി കളന്നല്ലോ വെല്ലിച്ചന് ഇവനെ തൂക്കിയെടുത്ത് ആ വിറകിനകത്തിട്ട് അപ്പനെ അളിയാന്ന് വിളിച്ച പിന്നെ ഇവന്റെ മറ്റേ ആ
ഡേറ്റിംഗ് ആപ്പിന്റെ കാര്യം അത് കല്യാണം ഇപ്പൊ കഴിഞ്ഞേക്കുന്ന നമ്മൾ തൽക്കാലം നിർത്തി വെച്ചേക്കോ. നമ്മളിനി 6 മാസം നിർത്തി വെച്ചേക്കോ. 6 മാസം ശേഷം 6 മാസം ശേഷം ഈ കഥ റിലീസ് ചെയ്യും. ഉണ്ണിക്കാര് കണ്ടിട്ട് ശേഷം മതി. കൊച്ചിന് രക്ഷപ്പെടാൻ പറ്റുന്ന പരുവം കഴിഞ്ഞിട്ട് മതി. ഇവൻ ചിരിക്കുന്നുണ്ടോ? നല്ല കാമാലിക്കുന്ന. നിങ്ങളൊക്കെ കള്ള കഥകൾ പറയുമ്പോൾ ഞാൻ ചേട്ടാ ഇവന്റെ ഏറ്റവും വലിയ കഥ എന്താ അറിയോ? ഇവനൊരു ഒരു ഒരു തത്തയാണ് ചേട്ടാ. എന്റെ പേരെന്താ? ആഫ്രിക്കൻ ആഫ്രിക്കൻ മുഷിയോ? അല്ലല്ല, ആഫ്രിക്കൻ അലക്സാണ്ടർ. അപ്പൊ അതെന്ന് വെച്ചാൽ നല്ല വിലയുള്ള തത്തയാണ്. അപ്പൊ ഇവന് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ അതെന്ന് വെച്ചാൽ മറ്റേ ഗ്രീൻ ആപ്പിൾ മാത്രമേ കഴിക്കത്തുള്ളൂ. ഇവൻ 2-3 ദിവസം അതിന് ഗ്രീൻ ആപ്പിൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം അത് നല്ലപോലെ അത് കഴിച്ചു. നല്ല സന്തോഷമാണ് നടക്കുന്നു. ഇവൻ ജോലി ചെയ്യുമ്പോൾ ഇവൻ്റെ അടുത്ത് വന്നിരിക്കും, ഇവനെ കണ്ണാന്ന് വിളിക്കും, ഭയങ്കര കാര്യം. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് മനസ്സിലായി ഗ്രീൻ ആപ്പിൾ കൊണ്ട് മുതലാവത്തില്ലെന്ന്. അപ്പോൾ ഇവൻ പത്തനംതിട്ട ചന്തയിൽ ചെന്ന് നോക്കുമ്പം ഈ തത്തയെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും പച്ച മതിയല്ലോ. അപ്പോൾ ഗ്രീൻ ആപ്പിളിന് വരെ ഇവൻ കുക്കുംബർ മേടിച്ചുകൊണ്ട് കൊടുത്തു. ആ തത്ത ഇത് ഗ്രീൻ ആപ്പിളാന്ന് വെച്ചാൽ ആദ്യം വെട്ടി കഴിച്ചു. അതിന് തൊണ്ടയ്ക്ക് ഒടുങ്ങിയിട്ട് അതിങ്ങനെ പറന്നിങ്ങനെ വന്ന് ഇവൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് താഴെ വേണ്ടി ചത്തു കേട്ടോ. സത്യമായിട്ട് കള്ളാന്ന് ഞാൻ പറയാം. ഇൻഫെക്ഷൻ ആയത് മറ്റേ ഇത് കഴിച്ചിട്ടാ. അത്രേ അതിനെ അറിയത്തില്ലായിരുന്നു പറയാൻ. പാറയിലും തളുത്ത് നല്ല പച്ചിപ്പോട് നിൽക്കുന്ന വൃക്ഷങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള നിലനിൽപ്പുണ്ട്. തൊടുരുള്ളിപ്പാറയുടെ ഉച്ചിയിലാണ്. അത് ഏത് സ്ഥലമാണെന്നറിയില്ല. എന്നാൽ ഈ തൊടുരുള്ളിപ്പാറയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. കൈതക്കൃഷിയാണെന്ന് തോന്നുന്നു. തൊടുരുള്ളിപ്പാറയുടെ ഏറ്റവും ഉച്ചിയിലാണ് ഇരിക്കുന്നത്. ഇതിന് സമാനമായ പല മലകളും സൈഡിലുണ്ട്. പക്ഷെ പാറക്കെട്ടുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. ആ ഭാഗത്തൊക്കെ മലകളുണ്ട്. ഇത്രയും ഉയരത്തിൽ തന്നെയുള്ള അവിടെ കൃഷിയൊക്കെയാണ്, കൈത കൃഷിയൊക്കെയാണ്. ഈ മല അത് കഴിഞ്ഞാൽ ലാക്കൂർ ഭാഗമാണ്. നെടുമ്പാറ, കോട്ടപ്പാറ, ചുറ്റിപ്പാറ അങ്ങ് ചുറ്റിപ്പാറ ആകുമ്പോൾ അതിനപ്പുറത്ത് ആ ഭാഗം കണ്ടോ. ആ ടൗൺ കണ്ടോ? പത്തനംതിട്ട ടൗൺ ആ കാണുന്നത്. സൂം ചെയ്ത് പത്തനംതിട്ട ടൗൺ, ചുറ്റിപ്പാറ, പത്തനംതിട്ട ടൗണൊക്കെ അല്ല. ചുറ്റിപ്പാറയൊക്കെ ഇതിനേക്കാൾ ഉയരം കുറവാണ്. ആ കാണുന്ന പത്തനംതിട്ട ടൗണാണ്. പത്തനംതിട്ട ടൗൺ പിന്നെ സുന്ദരമായ പ്രദേശമാണ്. ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്.